പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപീറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2025 ജൂൺ മാസം 25-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സങ്കീർത്തനം 119 അധ്യായം അതിൻ്റെ 105 വാക്യത്തിലേക്ക്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ വേഗതയെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനം ഒരാളിൽ വെളിപ്പെട്ടാൽ അവൻ്റെ മറവുകൾ നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ലാത്ത അനുഭവത്തിനകത്തുനിന്ന് ആ വ്യക്തിയെ വഴി നടത്താൻ പോവുകയാണ്. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഇരുട്ടിനെ കാണിക്കുന്നത് അറിവില്ലായ്മയാണ്. അല്ലെങ്കിൽ നമുക്കെങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരാളിൽ പ്രകാശിച്ചാൽ അവൻ്റെ വേഗത വർദ്ധിക്കാൻ പോകുക. കാരണം ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഒരുമിച്ചൊന്ന് വേഗത്തിൽ വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. 3-ാമത്തെ വാക്യം, സകലതും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 4-ാമത്തെ വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനം മനുഷ്യരുടെ വെളിച്ചമാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇരുട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വ്യക്തതകളെ കൊണ്ടുവരത്തില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസമായി തോന്നും. എന്നാൽ ഈ വചന കേൾവി നിന്റെ ജീവിതത്തിനകത്ത് ഇരുട്ടിനെ നീക്കി നിന്റെ സ്പീഡിനെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി പുത്തൻ വഴികൾ തുറക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വെളിച്ചത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കുവാൻ തയ്യാറാകണം. കാരണം ഈ വചനം നിങ്ങൾക്ക് അത്ഭുതത്തെ കൊണ്ടുവരാൻ പോകും. ഒന്നുകൂടെ പറഞ്ഞാൽ 18-ാം സങ്കീർത്തനം അതിൻ്റെ 28-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് വരെയും മുമ്പോട്ട് പോകാൻ പറ്റാതെ ഇരുട്ട് ചിലവരെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ബന്ധനങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, രോഗത്തിൻ്റെ അനുഭവങ്ങൾ, കുടുംബ വിഷയങ്ങൾ നിങ്ങളെ തടഞ്ഞെങ്കിൽ ദൈവം നിന്റെ ദീപത്തെ കത്തിക്കാൻ പോവുകയാണ്. നിനക്ക് ചില വ്യക്തതകൾ തരാൻ പോവുകയാണ്. നിന്റെ സ്പീഡ് വർദ്ധിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു വീട്ടിൽ, ഒരു ലൈറ്റുള്ള ഒരു വീട്ടിനകത്ത് പെട്ടെന്ന് ആ വെളിച്ചമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ മുമ്പോട്ട് എങ്ങനെയാണെന്നറിയാതെ തപ്പിത്തടയാൻ തുടങ്ങും. ഒരു ടോർച്ച് ലൈറ്റ് കിട്ടിയാൽ നമ്മുടെ വേഗത വർദ്ധിക്കുന്നത് പോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനം നിന്റെ ദീപത്തെ കത്തിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ തീരുമാനിക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് എൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ പറ്റും. 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ഈ വചന ശബ്ദം കേട്ടിട്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. ഞാൻ വിശ്വസിക്കുന്നത്
ഈ ഭൂമിയിൽ ഏറ്റവും വേഗതയായി ചലിക്കുന്നത് എൻ്റെ അറിവിൽ പ്രകാശരശ്മികളാണ്. എന്നാൽ അതിനേക്കാൾ വേഗതയോടെ ചലിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എവിടെ നിന്നാണോ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. കാരണം അവൻ്റെ വചനം അതിവേഗം ഓടുന്നതാണ്. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? ശതാധിപൻ വന്ന് യേശുവിനോട് പറയാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇതാ വാക്ക് പുറപ്പെട്ട് ശതാധിപൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ തൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു പത്രോസിൻ്റെ പടകിൽ ഒന്നും ലഭിച്ചില്ല. എന്നാൽ അവൻ്റെ വാക്ക് പടകുകളെ ഒന്നിൽ കൂടുതൽ നിറയ്ക്കുകയാണ്. വലത് സൈഡിലേക്ക് നീട്ടി വരയിറക്കുക എന്ന് പറഞ്ഞ ഒറ്റ വാക്ക്. വിശ്വസിക്കാൻ പറ്റുക നാളുകൾ വിടുതലില്ലെന്ന് പറഞ്ഞ, നാളുകൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ ഇരുട്ടിനെ ഇപ്പോൾ എൻ്റെ കർത്താവ് പൊട്ടിക്കാൻ പോവുകയാണ്. നിന്റെ വിളക്ക് ഒരിക്കലും പറയിൻ കീഴിൽ വെക്കരുത്, കട്ടിലിൻ്റെ കീഴിൽ വെക്കരുത്. അത് തണ്ടിന്മേൽ പ്രകാശിക്കേണ്ടതാണ്. നീ അനേകർക്കൊരു വെളിച്ചമായി തീരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒറ്റ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കാം. എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമാകും. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്പീഡ് വർദ്ധിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ തടസ്സങ്ങൾ നീങ്ങുകയാണ്, വിഷമങ്ങൾ മാറാൻ പോവുകയാണ്. വലിയ ദൈവപ്രവൃത്തിയിലേക്ക് അത് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ ദൈവവചനം എൻ്റെ സ്പീഡിനെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ നിലകളിൽ ഇവരെ ദൈവം തൊടണമേപ്പ, ഇവരുടെ സ്പീഡിനെ വർദ്ധിപ്പിക്കണമേ, ഇവരെ വിശാലതയിലേക്ക് കൊണ്ടുവരണമേ, അത്ഭുതത്തെ ചെയ്യണമേപ്പ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങൾ കണ്ടതിനായി സ്തോത്രം. കർത്താവേ, ഓരോ മക്കളെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇത് സ്പീഡ് വർദ്ധിക്കുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ വചനം നിന്റെ മുഖത്തെ തകർത്ത് കളയാണ്. അത്ഭുതം സംഭവിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. വലിയ നിലയിൽ കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.